പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഉന്നത നേതാവും മുൻ മന്ത്രിയും MLA-യുമായ ശ്രീമാൻ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അദ്ദേഹം ചുരുങ്ങിയതൊരു 3 വർഷക്കാലത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം ഒരു കുറ്റം ചെയ്തു എന്നുള്ള ആരോപണം ഉയർന്ന് 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിലേക്ക് നടന്നു കയറാൻ പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു MLA ഇതുപോലെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അഖിലേന്ത്യാ തലത്തിൽ പലരുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ലല്ലു പ്രസാദ് യാദവിൻ്റെ MP സ്ഥാനം പോയിട്ടുണ്ട്, അദ്ദേഹം ജയിലിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങ് തെക്ക് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ഇതുപോലെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അവർ രാജിവെച്ചു, MLA സ്ഥാനം പോയി, അവർ ജയിലിലേക്ക് പോയി, പിന്നെ ഒരു ജയിലിൽ കിടന്ന് മരിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നമുക്കറിയാവുന്നത് ശ്രീമാൻ R. ബാലകൃഷ്ണപിള്ള മന്ത്രിസ്ഥാനം പോയതിനു ശേഷം അദ്ദേഹം കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA സ്ഥാനം വഹിക്കുമ്പോൾ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുകയും അദ്ദേഹം ജയിലിലേക്ക് പോകാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ആന്റണി രാജു 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ജയിലിൽ പോകുന്നതിന്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ആ കേസിൽ ശിക്ഷിക്കപ്പെടുന്നതിന് പോലും ഉത്തരവാദി ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണെങ്കിലും ഈ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടതിന് നമ്മൾ ആ മാധ്യമ പ്രവർത്തകനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ആ മാധ്യമ പ്രവർത്തകൻ ഇന്ന് ഒരു യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ആ മാധ്യമ പ്രവർത്തകൻ്റെ പേര് അനിൽ ഇമ്മാനുവൽ എന്നാണ്. എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പോരാട്ടത്തിനിടയ്ക്ക് മലയാള മനോരമ എന്ന് പറയുന്ന ആ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെച്ചിറങ്ങേണ്ടി വന്നു എന്നുള്ള കാര്യവും കൂടി നമ്മൾ കണ്ടോണം. എന്നിട്ടും അദ്ദേഹം തൻ്റെ പോർമുഖത്ത് നിന്ന് അദ്ദേഹം പോരാട്ടം തുടർന്നു. എന്തായാലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീ അനിൽ ഇമ്മാനുവലിന് അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അനിൽ ഇമ്മാനുവലിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ നിയമ സംവിധാനത്തോട് ഉള്ള നമ്മുടെ ബഹുമാനം ഇതിലൂടെ വർദ്ധിക്കേണ്ടതാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. സുഹൃത്തുക്കളെ, കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും 1990-ൽ തൻ്റെ അടിവസ്ത്രത്തിൽ 64 ഗ്രാം ഹാഷിഷ് കടത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ആസ്ട്രേലിയക്കാരനായിട്ടുള്ള സാൽവദോർ എന്ന് മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്, സാൽവദോർ ഡാർലി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം 1990-ൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. മഞ്ചൂരിലെ ഏതോ ഒരു കോടതിയിൽ അദ്ദേഹത്തിന് 10 വർഷത്തെ കഠിന തടവാണ് ആ കേസിൽ 1990-ൽ ലഭിക്കുന്നത്. അതിന് മുമ്പ് അതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നു. എന്നാൽ ആ കേസ് 1994-ൽ ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീൽ വാദം കേൾക്കുന്നതിനിടയിൽ അദ്ദേഹം അടിവസ്ത്രത്തിൽ വെച്ച് 64 ഗ്രാം ഹാഷിഷ് കടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചത്. എന്നാൽ ആ അപ്പീൽ വാദം നടക്കുന്നതിനിടയിൽ ആ അടിവസ്ത്രം അദ്ദേഹത്തിന് പാകമായിട്ടുള്ളതായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ആ അടിവസ്ത്രം അദ്ദേഹത്തിന് ആണ് എന്നുള്ളത് കൊണ്ട് ആ അടിവസ്ത്രത്തിൽ വെച്ച് ഈ മയക്കുമരുന്ന് കടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1994-ൽ ഈ സാൽവദോർ എന്ന് പറയുന്നിട്ടുള്ള ഈ ആസ്ട്രേലിയക്കാരനെ ഹൈക്കോടതി വെറുതെ വിടുന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷേ അത് വെറുതെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കേസന്വേഷിച്ച KK ജയമോഹൻ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് ഇത് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. കാരണം അയാൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ അടിവസ്ത്രം ഇങ്ങനെ പാകമല്ലാത്തതാകാൻ പറ്റില്ല, അത് വളരെ അസ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അദ്ദേഹമാണ്
ഈ അടിവസ്ത്രത്തിൽ ഈ മാനിപ്പുലേഷൻ നടത്തി ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് എന്നുള്ള നിലയിലേക്കുള്ള പരാമർശങ്ങൾ കോടതി വിധിയിൽ വന്നു. അത് വന്നതിനെ തുടർന്ന് ഈ കെ ജയമോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസ് ഒന്നുകൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കീഴ്ക്കോടതിയിലേക്ക് അത് വിടുകയും ചെയ്തു. എന്തായാലും ആ കേസ് പിന്നീട് 995 എങ്ങാണ്ടായപ്പോൾ അന്ന് സർവീസിലുണ്ടായിരുന്ന ശ്രീമൻ ടി.പി. സെൻകുമാറിൻ്റെ മുന്നിൽ അന്വേഷണം വരികയും അദ്ദേഹം അതിനകത്ത് വലിയ തോതിൽ താല്പര്യം കാണിക്കുകയും ചെയ്തെങ്കിലും 2006 വരെ അദ്ദേഹത്തിന് ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആ കേസ് പൂഴ്ത്തിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ഇന്ന് ശ്രീമൻ ടി.പി. സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2006 ആയപ്പോഴത്തേക്കും ആ കേസിൻ്റെ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ സെൻകുമാറിന് കഴിഞ്ഞു. അതിലൊന്നാമത്തെ പ്രതി കെ ജോസ് എന്ന് പറഞ്ഞിട്ടൊരു കോടതി ഉദ്യോഗസ്ഥനായിരുന്നു. രണ്ടാം പ്രതി സിമൻ ആൻ്റണി രാജു ആയിരുന്നു. ആ കേസിൽ അദ്ദേഹം അന്ന് തെളിയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തൊണ്ടി മുതലായിട്ടുള്ള ഈ അടിവസ്ത്രം അന്ന് സെലിൻ വിൽഫ്രഡ് എന്ന് കണ്ട് പറഞ്ഞൊരു സീനിയർ അഭിഭാഷകരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന അഭിഭാഷകനായിരുന്ന ആൻ്റണി രാജു കോടതിയിൽ ചെന്ന് ഈ തൊണ്ടി മുതൽ മേടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നുവെന്നും പുറത്ത് വെച്ച് അത് വെട്ടി ചെറുതാക്കി തിരിച്ചു കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നുമാണ് ആ കേസിൽ അന്വേഷിച്ച ടി.പി. സെൻകുമാർ 2006 കണ്ടെത്തിയത്. എന്നാൽ 2006 മുതൽ 2014 വരെ ആ കേസ് പിന്നീട് അന്വേഷണം ഒന്നും നടന്നില്ല. അതിനെ തുടർന്ന് 2014 മറ്റുമാണത് നെടുമങ്ങാട് ഒരു കീഴ്ക്കോടതിയിലേക്ക് അത് വരുന്നത്. ആ 2014 അത് കീഴ്ക്കോടതിയിലേക്ക് വന്നെങ്കിലും 2022 വരെ ആ കേസിന് ഒരു അനക്കവും ഉണ്ടായില്ല നെടുമങ്ങാട് കോടതിയിൽ. ആ കേസ് വിളിക്കുന്നില്ല, കേസ് പോസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ഇതിനിടയിൽ ആൻ്റണി രാജു മന്ത്രിയായി മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നിട്ടും ഈ ലഹരി കേസിലൊന്നും സംഭവിച്ചില്ല ഓർത്തോളം. അങ്ങനെ ആ കേസ് അവിടെ എങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, ഒന്നും അന്വേഷിക്കാതെ കിടക്കുന്ന സമയത്താണ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ അനിൽ ഇമ്മാനുവൽ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അദ്ദേഹം നിരന്തരമായി നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെയും വിവരാവകാശ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി ഇതിൻ്റെ മുഴുവൻ രേഖകളും ശ്രീ അനിൽ ഇമ്മാനുവൽ സംഘടിപ്പിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം മനോരമ പത്രത്തിലെ സീനിയർ റിപ്പോർട്ടറായി. അതെല്ലാം കൂടി അദ്ദേഹം ശേഖരിച്ച് അത് സംബന്ധിച്ച് വാർത്തയൊക്കെ എഴുതി അത് അദ്ദേഹം മനോരമ മാനേജ്മെൻറ്റിന് സമർപ്പിച്ചിട്ട് അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം, പത്രത്തിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ പ്രസിദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ടു. അന്ന് അങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ 2022 മന്ത്രിയായിരുന്ന ആൻ്റണി രാജുവിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരുപാട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ തന്നെ രാജിക്ക് കാരണമായിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മലയാള മനോരമ പത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആൻ്റണി രാജുവിൻ്റെ മന്ത്രിസ്ഥാനം പോകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നിട്ട് പോലും അതിൻ്റെ എല്ലാ തെളിവുകളും അനിൽ ഇമ്മാനുവൽ അവർക്ക് സമർപ്പിച്ചിട്ടും മനോരമ പത്രം ആ വാർത്ത പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. അവിടെയാണ് അനിൽ ഇമ്മാനുവലിൻ്റെ ആർജവം, അനിൽ ഇമ്മാനുവലിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ രീതിയിൽ പത്രപ്രവർത്തനം ഇതുപോലെ മനോരമ മാനേജ്മെൻറ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്, അയാൾ നിശബ്ദത പാലിക്കും, അയാൾ അടുത്ത വഴിയിലേക്ക് പോകും, ആ വിഷയം അവിടെ അവസാനിക്കും. പക്ഷേ അനിൽ ഇമ്മാനുവലിന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ വിഷയത്തിൽ മലയാള മനോരമ പത്രത്തിൽ നിന്ന് മലയാള മനോരമ എന്ന് പറഞ്ഞ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ വാർത്തകൾ ഈ വിവരങ്ങൾ മുഴുവൻ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഇത് കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ഹൈക്കോടതി ആ വിഷയം പരിഗണനയ്ക്കെടുത്തു. പക്ഷേ അത്ഭുതകരം എന്ന് പറയട്ടെ, കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ വിഷയം പരിഗണനയ്ക്കെടുത്തെങ്കിലും ആ കേസിൽ ഹൈക്കോടതി പറഞ്ഞത് ഇതിൽ നടപടിക്രമങ്ങളിൽ ചെറിയ വീഴ്ചയൊക്കെ സംഭവിച്ചതായി മനസ്സിലാവുന്നു. അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കിയിട്ട് വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലത്ത് താമസം അതിനുണ്ടാകും എന്നർത്ഥം. അതിനെ തുടർന്ന് ആ കേസ് സുപ്രീം കോടതിയിൽ ചെന്നു. ഇതൊരു മാധ്യമപ്രവർത്തകൻ അജയൻ എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമപ്രവർത്തകൻ ഇത് സുപ്രീം കോടതിയിൽ എത്തിച്ചു. സുപ്രീം കോടതി ആ കേസ് കേട്ടതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്രയും കാലം ഇത് താമസിച്ചത് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് കീഴ്ക്കോടതിയിലേക്ക് ആ കേസ് വിട്ടിട്ട് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നെടുമങ്ങാട് കോടതിയിലേക്ക് വീണ്ടും ആ കേസ് വരുന്നത്. ആ കേസ് എനിക്ക് തോന്നുന്നു 2024 മറ്റാണ് ആ കേസ് അവിടെ വന്നത്. ആ കേസ് തിരിച്ചു വന്നു. ആ കേസ് ഒരു വർഷത്തെ വിചാരണ കഴിഞ്ഞു.
ആ വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ ആന്റണി രാജു ഉൾപ്പെടെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 409, 34 എന്ന് പറഞ്ഞ IPC 2 വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശിക്ഷ അനുസരിച്ച് ജീവപര്യന്തം തടവിനാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം പോകും, അയാൾ ജയിലിലേക്കും പോകും. ഇനി അയാളിപ്പോൾ ഒരു കോടതിയെ സമീപിച്ചിട്ടും കാര്യമില്ല, കാരണം കോടതി നടപടിക്രമങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞ ഒരു കേസാണിത്. അപ്പോൾ ഈ കേസിൽ ആന്റണി രാജു ഒരു കുറ്റം അയാളിൽ ആരോപിക്കപ്പെട്ട് 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണെങ്കിലും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് ഈ അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ്റെ ഇച്ഛാശക്തിയും അയാളുടെ കമ്മിറ്റ്മെൻറ്റും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2022 അനിൽ ഇമ്മാനുവൽ അത് പുറത്തു കൊണ്ടുവരികയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തുകയും തൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കാറുന്ന മനോരമയിൽ നിന്ന് രാജിവെച്ച് പോരുകയും രാജിവെച്ചതിന് ശേഷം തൻ്റെ ഫേസ്ബുക്കിൽ അത് വാർത്തയാക്കുകയും വീണ്ടും അദ്ദേഹം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോവുകയും ഒക്കെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ കേസിൽ മെങ്ങുമെത്താതെ പോവുകയും അല്ലെങ്കിൽ ആന്റണി രാജു ഈ കേസിൽ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതിനനുവദിക്കാതിരുന്നത് ഈ അനിൽ ഇമ്മാനുവലിൻ്റെ നിരന്തരമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ കണ്ടത്, ഈ കേസ് അന്വേഷിച്ച TP സെൻകുമാർ പറഞ്ഞത് ഈ കേസിൽ 60% ക്രെഡിറ്റ് അനിൽ ഇമ്മാനുവലിനാണ്, 20% ക്രെഡിറ്റ് പോലീസിനും 20% ക്രെഡിറ്റ് പ്രോസിക്യൂഷനും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു രജത രേഖയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നമ്മുടെ നിയമ സംവിധാനത്തിനോടുള്ള ബഹുമാനം നമുക്ക് വർദ്ധിക്കണം. കാരണം 3.5 പതിറ്റാണ്ടിന് ശേഷവും ഒരു കേസിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ അത് പുറത്തു കൊണ്ടുവരുന്നതിലും അത് ഏറെ ത്യാഗം സഹിച്ചും തൻ്റെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയായിട്ട് പോലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ മാധ്യമപ്രവർത്തകൻ കാണിച്ച ഒരു പ്രതിബദ്ധത, അത് വലിയ ഒരു കാര്യമായി നമ്മൾ കാണണം. അത് ഇന്നത്തെ ഈ ചീഞ്ഞളിഞ്ഞ മാധ്യമ മേഖലയിലെ മാധ്യമ പ്രവർത്തകരും അത് കണ്ട് പഠിക്കണം. അതുകൊണ്ട് ഈ കേസിൽ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്, നമ്മൾ നന്ദി പറയേണ്ടത് ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ശ്രീമാൻ അനിൽ ഇമ്മാനുവലിനോടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.